ഈ ബാലചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പി ബാലചന്ദ്രൻ ക്രിക്കറ്റ് പരിശീലകൻ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ അതൊരു ഡിഫീറ്റ് ആയിരുന്നില്ല, ഇറ്റ് വാസ് എ സറണ്ടർ, ഒരു കീഴടങ്ങലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെത്. കഴിഞ്ഞ സെമി ഫൈനൽ നമ്മൾ മറന്നിട്ടില്ല. അതിൻ്റെ ഒരു ആധി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇന്നലെ ടെലിവിഷൻ സ്ക്രീനിൽ മുന്നിലിരുന്നതും. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അത് ഇംഗ്ലണ്ടിന്റെ ഒരു സമ്പൂർണ്ണ കീഴടങ്ങലായിരുന്നില്ലേ സെമിയിൽ? അല്ല, അത് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിന്റെയും ഇത്തവണത്തെയും സർഫസിന്റെ വ്യത്യാസം തന്നെയാണ്. ഈ പിച്ചില് ഈ കുൽദീപ് യാദവിനെ പോലുള്ള ബൗളറെ ആർക്കും കളിക്കാൻ പറ്റുന്നില്ല. വെസ്റ്റ് ഇൻഡീസിലുള്ള ഡ്രൈ ആൻഡ് റഫ് ആയിട്ടുള്ള പിച്ചില് അദ്ദേഹത്തിന് വളരെ അൺപ്ലേയബിൾ ഡെലിവറീസ് തുടർച്ചയായിട്ട് ബൗൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല, ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഈ 3 സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് വളരെ ഉന്നതമായ ഒരു നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ത്രൂ ദ ടൂർണമെന്റ്. പിന്നെ ഡോക്ടർ അജിത്ത് പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവും പല ദിക്കിലും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഈ ഇംഗ്ലണ്ടിന്റെ സറണ്ടർ. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന ആ പിച്ചോ അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് ഇപ്പൊ നമ്മൾ ഒന്നിനെയും അതിനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ജയിക്കുമ്പോൾ പല കാര്യങ്ങളും കൂടെ മറന്നു പോകുന്നു എന്നുള്ളത് ഒന്ന്, ഈ വിരാട് കോഹ്ലിയുടെ ഓപ്പണിംഗ് എന്നുള്ള ഈ തുടർച്ചയായ പരാജയമാണ്. അത് എന്തുകൊണ്ട് ഇനിയും അത് മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാവുന്നില്ല? കാരണം ഈ വിന്നിംഗ് കോമ്പിനേഷൻ തുറന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണ് അത് വാസ്തവത്തില്. അത് T20 ഒരിക്കലും നമ്മളൊരു നേരത്തെ തന്നെ ഒരു ഫിക്സ്ഡ് പ്ലാനോടുകൂടെ പോകരുത്. എപ്പോഴും നമ്മൾ ടൂർണമെന്റ് ഇടയിൽ പോലും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഓപ്ഷൻസും ഉണ്ട് വാസ്തവം പറഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിനെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പണറേയും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിജയങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു വലിയ പരാജയം, കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബാറ്റർ എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നത് കഷ്ടമാണ് ശരിക്കും. ഇതൊക്കെയാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മൾ ജയിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ വിരാട് കോഹ്ലിയുടെ കേസ് മാത്രമല്ലല്ലോ, ശിവൻ ദുബെ, രവീന്ദ്ര ജഡേജ ഇന്നലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു 9 പന്തിൽ സ്കോർ ചെയ്തു. ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് ഒരു ഫുൾ ടൈം ഓപ്പണറെ കളിപ്പിക്കുന്നതിനോ അതല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു സാംസനെ പോലെ പുതിയ പ്ലെയറെ ട്രൈ ചെയ്യുന്നതിലൊന്നും യാതൊരു അറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ദ്രാവിഡിന്റെ ഒരു പാറ്റേൺ എന്നും അങ്ങനെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ODI നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തിയ സമയത്തും അതെ, നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നും ചെയ്തില്ല. അവസാനം തോൽക്കണ സമയത്താണ് പല കാര്യങ്ങളും അത് മതിയായിരുന്നു ഇത് മതിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിലർത്ഥമില്ല. കുറച്ചും കൂടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം ടീമിൽ. ഇപ്പൊ ഈ ജയിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു കാര്യം മറന്നു പോകരുത് എന്നുള്ളൊരു ധാരണയും കൂടെ എനിക്കുണ്ട്. ഇതേ ഒരു മാതൃക അല്ലെങ്കിൽ ഇതേ ഒരു രീതിയിൽ തന്നെ ഇന്ത്യ ഈ ബ്രിഡ്ജ് ടൗണിലേക്ക് എത്തുമ്പോൾ സാഹചര്യം അത്തരത്തിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ ബാലേന്ദ്രൻ? തീർച്ചയായിട്ടും. ഞാൻ പറയും, ഇതുപോലത്തെ ഒരു പിച്ചാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ ഇന്ത്യൻ ടൂർ വന്ന സമയത്ത് എപ്പോഴാണ് കളിച്ചേക്കണേ? സ്ലോ ടേണേഴ്സിൽ അവർക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ്. അവർക്ക് അത്രയും ക്വാളിറ്റി ബോളിംഗ് ഇതേവരെ കളിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ മാച്ച് പോലും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഒരു 5 റണ്ണോ 6 റണ്ണോ ഒരു സെക്കൻഡ് വിക്കറ്റ് വീണിട്ട് ഇവർ അപ്പീൽ ചെയ്യാണ്ട് കളഞ്ഞു. ഓർക്കുന്നുണ്ടാവും താങ്കൾ? അതൊരു റിവ്യൂവും ചോദിച്ചില്ല, അപ്പീലേ പോലും ചെയ്തില്ല. ഒരു പക്ഷേ ആ വിക്കറ്റ് കൂടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്തേനെ. കാരണം അഫ്ഗാനിൽ നല്ല ബൗളിംഗ് സ്പിൻ ബോളേഴ്സ് ഉണ്ട്. പിന്നെ അതങ്ങനെ പോയി എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു 6 റണ്ണ് 2 വിക്കറ്റ് ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കാര്യവും പറയാൻ പറ്റില്ലായിരുന്നു ആ മാച്ചിൽ. പിന്നെ ടാർഗറ്റ് 55-56 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും. ബട്ട് അവരൊരിക്കലും കംഫർട്ടബിൾ അല്ല. ടേണേഴ്സിന് കംഫർട്ടബിൾ അല്ല. ഈ അക്ഷർ പട്ടേലും അതുപോലെ കുൽദീപ് യാദവും ഇതുപോലെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഇന്ത്യൻ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഹ്ലിയുടെ ഭാഗത്തിന് കോൺട്രിബ്യൂഷൻ വരണം. കാരണം പൊതുവെ ആരും റണ്ണടിക്കുന്നില്ല. ഇപ്പം രോഹിത് ശർമ്മയുടെ ഒരു ചിറകിൽ മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ നോക്കൌട്ട് സ്റ്റേജ് എത്തിയപ്പോഴേക്കും. പിന്നെ സൂര്യകുമാർ റൈറ്റ് ത്രൂ ദ ടൂർണമെന്റ് ചെയ്തു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ 25-ന് മേലെ ആരും അടിക്കുന്നില്ല. അതുണ്ട്, അതെല്ലാം കാണണം. പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീ പി ബാലചന്ദ്രൻ. ഡോക്ടർ അജിത് കുമാർ, ശ്രീ